ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ICC T20 ലോകകപ്പിൽ പുതിയ സമ്മർദ്ദതന്ത്രം പുറത്തെടുക്കുകയാണ് പാകിസ്ഥാൻ. സാമ്പത്തികമായി ഇന്ത്യക്കും സംഘാടകരായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനും തലവേദന സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഈ നീക്കത്തിന്റെ ഭാഗമായി ഇന്ത്യക്കെതിരായ മത്സരം കളിക്കില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെ കാത്തിരിക്കുന്നത് കോടികളുടെ നഷ്ടമാണ്. TV സംപ്രേഷണം, പരസ്യം, ടിക്കറ്റ് കളക്ഷൻ തുടങ്ങിയവയിൽ നിന്ന് ഏകദേശം 200 കോടി രൂപ ഈയൊരു മത്സരത്തിൽ നിന്ന് മാത്രം ICCക്ക് ലഭിക്കും. പിന്മാറ്റമുണ്ടായാൽ ഈ പണം നഷ്ടമാകും. TV സംപ്രേഷണാവകാശം സ്വന്തമാക്കിയവർക്ക് നഷ്ടപരിഹാരവും ICC നൽകേണ്ടി വരും. ശ്രീലങ്കൻ ടൂറിസത്തിനും ഈ മത്സരം നിർണായകമാണ്. ഇന്ത്യ പാക് മത്സരങ്ങൾ കാണാൻ ഇരു രാജ്യങ്ങളിൽ നിന്നുമായി 10,000-കണക്കിന് ആരാധകർ ലങ്കയിലെത്തും. ആരാധകരുടെ വരവ് ലങ്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവന ചെറുതല്ല. മത്സരം നടന്നില്ലെങ്കിൽ ഈ വരുമാനവും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് മത്സരം നടക്കുക എന്നത് ശ്രീലങ്കയുടെ കൂടെ ആവശ്യമാണ്. മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് അത്ര നല്ല കാര്യങ്ങളാകില്ല. പാകിസ്ഥാനെ നിശ്ചിത കാലത്തേക്ക് ചിലപ്പോൾ വിലക്കിയേക്കും. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന വിദേശ താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുക, ICCയിൽ നിന്നുള്ള വരുമാനം തടഞ്ഞുവെക്കുക തുടങ്ങിയ ശിക്ഷാവിധികളും സ്വീകരിച്ചേക്കാം. ആഗോള രംഗത്ത് ഒറ്റപ്പെട്ട പോലെ ക്രിക്കറ്റിലും പാകിസ്ഥാൻ പിന്നോക്കം പോകാൻ ഇത് വഴിയൊരുക്കും. അവസാന നിമിഷം പാകിസ്ഥാൻ നടത്തുന്ന സമ്മർദ്ദ നീക്കത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? കമന്റ് ചെയ്യൂ.